ഇലക്ട്രിക് വാഹന നിർമ്മാതാക്കളായ ടെസ്ലാനെ പിന്നിലാക്കിയിട്ട് BYD ഒന്നാം സ്ഥാനത്തേക്ക് കടന്നു വന്നു. എങ്ങനെ? BYD എന്ന് പറയുന്നവരുടെ ലോഗോയിൽ തന്നെ ഉണ്ട് അതിനുള്ള ഉത്തരം. അത് നമ്മുടെ ലൈഫിൽ നമുക്ക് എടുക്കാവുന്ന കേസാണ്. അത് ഞാൻ ലാസ്റ്റ് പറഞ്ഞുതരാം. വെറും മൊബൈൽ ഫോണിന്റെ ബാറ്ററി മാത്രം നിർമ്മിച്ചുകൊണ്ടിരുന്ന ഇവര് എങ്ങനെ ഇലക്ട്രിക് വാഹനങ്ങളുടെ നിർമ്മാതാക്കളായി? ഒരു ഇന്റർവ്യൂവിൽ എലോൺ മസ്ക് തന്നെ പറയുന്നുണ്ട്, ഇവര് ചൈനയിൽ മാത്രം ഒതുങ്ങിപ്പോവുള്ളൂ, വേറെ അറിയപ്പെടാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞു. ആ BYD ആണ് ചൈനയിലല്ല, ഏഷ്യയിലല്ല, ലോകത്തെല്ലായിടത്തും അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബാക്കിയുള്ള വാഹന നിർമ്മാതാക്കളൊക്കെ അവരുടെ ഡിസൈനിലും മോഡൽസിലും ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ നോക്കിയപ്പോൾ ഇവർ ചിന്തിച്ചത് ഇത് ഇലക്ട്രിക് വാഹനമാണ്, ഇതിന് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത് നല്ലൊരു ബാറ്ററിയാണ്. അതിലവർ വിജയിച്ചു. പിന്നെ ഈ മൊബൈലിന്റെ ബാറ്ററി തൊട്ട് നിർമ്മിച്ചു തുടങ്ങിയവർക്ക് ഒരു വാഹനത്തിലേക്ക് എന്തോരം നല്ലൊരു ബാറ്ററി കൊണ്ടുവരണം എന്നുള്ളത് ബാക്കിയുള്ളവർ പഠിപ്പിച്ചു കൊടുക്കേണ്ട കേസൊന്നും ഇല്ല, അവർക്ക് നന്നായിട്ട് അറിയാം. അതിലവർ ഫോക്കസ് ചെയ്തു. ഇനിയാണ് യഥാർത്ഥമായ പോയിന്റിലേക്ക് വരാൻ പോകണട്ടാ. BYD ബിൽഡ് യുവർ ഡ്രീംസ്. അതെ, നമ്മുടെ ആഗ്രഹങ്ങൾ, നമ്മുടെ സ്വപ്നങ്ങൾ പണിതുയർത്തിക്കൊണ്ടിരിക്കുക, നമ്മുടെ ലക്ഷ്യത്തിലെത്തുന്നത് വരെ പണിതുകൊണ്ടിരിക്കുക. ലക്ഷ്യത്തിലെത്തിയാലും അത് കെട്ടിപ്പടുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക. പിന്നെ നമുക്ക് എല്ലാവർക്കും ദൈവം കഴിവ് തന്നിട്ടുണ്ട്, കഴിവില്ലാണ്ട് ആരും ഇട്ടിട്ടില്ല. നമ്മൾ നമ്മുടെ കഴിവുകൾ മനസ്സിലാക്കണില്ല, അതാണ് പ്രശ്നം. ആ ഒരു തിരിച്ചറിവ് കൊണ്ടുവരിക. നമ്മുടെ കഴിവിൽ എന്താണോ ആ കഴിവ് അതിൽ പൂർണ്ണ വിശ്വാസം കൊടുക്കുക, അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ വീടിൻ്റെ അടുത്ത് പരദൂഷണം പറയണ ചേച്ചിമാരും പിന്നിൽ നിന്ന് കുത്തണ നമ്മുടെ കൂട്ടുകാരന്മാരും ചായക്കട മൂലയ്ക്ക് കുശലം പറയണ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഉണ്ടാവും. കുറേ നമ്മൾ നാണം കെടും, പരിഹസിക്കപ്പെടും, അപമാനിക്കപ്പെടും, കാലടറി വീഴും. അതൊന്നും നോക്കിയിട്ടൊരു കാര്യമില്ല. ഒരു ദിവസം നമ്മൾ എണീറ്റ് നിന്നിരിക്കും, നെടുങ്ങനെ എണീറ്റ് നിന്നിരിക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ബിൽഡ് യുവർ ഡ്രീംസ്.